ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. 2025 റിലീസ് ചെയ്യാനിരിക്കുന്ന ഒരു ഇന്ത്യൻ തമിഴ് ഭാഷ പീരീഡ് ഡ്രാമ ത്രില്ലറാണ് കാന്ത. രചനയും സംവിധാനവും ചെയ്തിരിക്കുന്നത് സെൽവമണി സെൽവരാജാണ്. ആൻഡ് സ്പിരിറ്റ് മീഡിയ ആൻഡ് വേഫറർ ഫിലിംസിന്റെ ബാനറിൽ റാണ ദഗുപതി, ദുൽഖർ സൽമാൻ, പ്രശാന്ത് ആൻഡ് ജോം വർഗീസ് എന്നിവരാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ സിനിമയുടെ മ്യൂസിക് കമ്പോസർ ജാനു ചന്ദറാണ്. പുള്ളിയുടെ മ്യൂസിക് ഇതിനോടകം തന്നെ വൈറലായിട്ടുണ്ട്. ആൻഡ് ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നത് ദുൽഖർ സൽമാൻ, ഭാഗ്യശ്രീ ബോസ്, സമുദ്രഖനി, റാണ ദഗുപതി എന്നിവരാണ്. സോ അതിൻ്റെ ട്രെയിലർ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. സോ ഇതിൻ്റെ തമിഴ് ട്രെയിലർ ലോഞ്ച് ചെയ്തത് സിലംബരസൻ TR ആണ്. ആൻഡ് ഇതിൻ്റെ തെലുങ്ക് ട്രെയിലർ ലോഞ്ച് ചെയ്തത് പ്രഭാസ് ആണ്. സോ നമുക്ക് ട്രെയിലർ. ஒரு கதை எப்போ சொல்லணும் அந்த கதை தான் முடிக்கணும். மாடர்ன் ஸ்டுடியோஸ் வச்சு படம் எடுக்க ஒத்துக்க வச்சுட்டேன். நீ யாருன்றது சமுத்திரகனி, ஸ்பிரிட் மீடியா. அதுக்கு அடுத்து வந்த ஃபோன் கால், எவ்ரிதிங் சேஞ்ச்ட். வேஃபர் ஃபிலிம்ஸ் உங்க சிஷ்ய புள்ள நடிப்பு சக்கரவர்த்தி DK மகாதேவன். நான் எடுக்கிறேன் அந்த படத்தை, நீங்க ஒரு ஓரமா இருந்து பாருங்க. குவாலிட்டி ஃப்ரேம்ஸ், பணம், பேர், புகழ் ஒன்னு கெடுக்குது. இந்த படம் ഗൈസ്, നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത പോലെ ഇതൊരു തമിഴ് ഫസ്റ്റ് സൂപ്പർ സ്റ്റാർ ത്യാഗരാജ എന്ന സൂപ്പർ സ്റ്റാറിന്റെ ഒരു ബയോപിക് ആസ്പദമാക്കിയുള്ള ഒരു സിനിമയാണ്. படம் ஏன் கிளைமேக்ஸோட நான் சொன்னபடி தான் ரிலீஸ் ஆகும். கட்டி வைத்த வேலையை காத்திருக்கட்டும் என்று உன்னோட உறவாட வந்து எனக்கு ஒரு சந்தேகம். இங்கு எது அழகென்று புரியவில்லை. அந்த நிலவா இல்லை உன் முகம்? ഗൈസ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ ഒരു വ്യൂ ഉണ്ടില്ലേ, ഒരു രക്ഷയില്ല. അത് ரொம்ப நல்லா நடிச்சேன். കൺമണി നീ സോങ് ആണ്, സൂപ്പർ പാട്ട്. പ്രദീപാണ് പാടിയത്. உன் கவனத்தை செதற விடணும். நான் ஆசைப்பட்ட மாதிரி இந்த படத்தில் நடிச்சு கொடுப்பேன். சத்தியம் பண்ணி கொடு. குரு சத்தியம் பண்ணி கொடு. புரியாத முட்டாள் போல் தூங்கிவிட்டேன். நடக்கிறது எல்லாம் நாடகம். ஐயா, இது உங்க படம். நான் நீங்க சொல்றதை தான் கேட்பேன். ஆக்ஷன். இனிமேல் இது உங்க சினிமா செட் இல்ல, என் போலீஸ் ஸ்டேஷன். അത് ശരി. இவர் நிஜமாவே பெரிய நடிகரா? என்ன விளையாடுறீங்க? அவரை பார்த்தா விளையாடுற மாதிரி தெரியல. இந்த படம் இன்னைக்கு முடியணும்னா இவர் கிளம்பணும் இப்போ. அண்ணா யாருடா? நான் அழைக்கிறதுக்கு 5 நிமிஷம் ഊതിത്തള്ള. ഗൈസ്, ഈ സിനിമ എന്താ പറയാ, ഒരു ഈഗോയിസ് ക്യാരക്ടറാണ്. അതായത് ഒരു നടൻ വലുതാകുന്നു, പിന്നെ പുള്ളിയുടെ ഒരു ഈഗോയും ആൻഡ് ഒരു ഗുരു ശിഷ്യൻ തമ്മിലുള്ള വാക്കുപോരും, അത് തമ്മിലുള്ള ഒരു എന്താ പറയുക, ഒരു ദേഷ്യങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കുന്നതാണ്. ഇതിൻ്റെ ഇടയിൽ റാണ ദഗുപതി വരുന്നു. പോലീസ് എന്നാണ് പറയുന്നത്. കണ്ടുനോക്കാം. பொறுமையா இருக்க முடியாதா? என்னடா அங்கிள், சில உண்மைகள் இருக்கிறதா இருக்குன்னு. ദുൽഖർ സൽമാൻ, സമുദ്രഖനി, ഭാഗ്യശ്രീ ബോസ്, റാണ ദഗുപതി. കാന്ത. அண்ணா எல்லாம் ரெடி அண்ணா. கேமரா கிட்டவே. என் முகத்துக்கிட்ட கேமரா க்ளோஸ். Yeah, Monday. Releasing on November 14th worldwide. Guys, trailer, അടിപൊളി ട്രെയിലർ. ആൻഡ് ദുൽഖർ സൽമാൻ വാസ് ഫാബുലസ്. പുള്ളിയുടെ ആ ലുക്കും ഓറയും സ്വാഗും ആൻഡ് ആ തമിഴ് പ്രസന്റ് ചെയ്യുന്ന ആ ലാംഗ്വേജ് പറയുന്ന ആ രീതിയും എല്ലാം പക്ക ഒരു ഒറിജിനാലിറ്റി ഉണ്ട്, നാച്ചുറൽ ആയിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റ് ആ ക്യാമറയും പക്കത്തിൽ ക്ലോസ് ആയിട്ട് പോയി ആ ഒരു കിട്ടില്ല സീൻ. എന്നിട്ട് മുടി ഇങ്ങനെ ഇപ്പൊ നിങ്ങൾ ട്രെയിലറിൽ കണ്ടാടോ, നല്ല സീൻ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ്
ഞാൻ മണ്ണില്ലടാ മലടാ ആരടാ ഡയലോഗ് എഴുതിയതാരടാ ഓ അപ്പോഴേ ഗൂസ് ബംസ് ആയി. ആൻഡ് ഈ സിനിമയിലും ജാനു ചന്ദ്രന്റെ മ്യൂസിക് ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ പുള്ളിയുടെ മ്യൂസിക് നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാകും. ഈ പടം കഴിഞ്ഞ് നല്ലൊരു ചാൻസും കാര്യങ്ങളൊക്കെ പുള്ളിക്ക് വരും. കാരണം ഈ പടത്തിലെ മ്യൂസിക് അപാര മ്യൂസിക്കാണ്. ആൻഡ് കൺമണി എന്ന സോങ്, ഇപ്പൊ ലാസ്റ്റ് റേജ് ഓഫ് കാന്ത എന്നിറങ്ങിയ സോങ് എല്ലാം സൂപ്പർ സോങ് ആണ്. ആൻഡ് ഇതിൽ സമുദ്രഖനിയും ദുൽഖറും തമ്മിലുള്ള ഒരു ക്ലാഷ് എന്തായാലും ഉണ്ടാവും. ഈഗോ ക്ലാഷ് വന്ന സിനിമകളൊക്കെ നല്ല രീതിയിൽ സക്സസ് ആയിട്ടേ ഉള്ളൂ, അതിപ്പോൾ ഏത് ലാംഗ്വേജിലായാലും. ആൻഡ് ഇത് ഈവൻ മോർ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് റാണ ദഗുപതി ഒരു സ്പെഷ്യൽ അപ്പിയറൻസിൽ വരുന്നുണ്ട്. ആൻഡ് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സീനൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന ക്വാളിറ്റി ഉണ്ടാകും. കാണുമ്പോൾ തന്നെ പഴയ പടം MGRയുടെ ആ കാലത്തുള്ള പഴയ പടം പോലെ ഇരിക്കണം, അതുപോലെ ചെയ്യുന്ന, അതും നല്ല ക്വാളിറ്റി ആയിട്ട് കാണുമ്പോൾ തന്നെ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു വിഷ്വലും കാര്യങ്ങളൊക്കെ കാണുന്നത്. ആൻഡ് ഭാഗ്യശ്രീ ബോയ്സും നന്നായിട്ട് കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ട്. ആൻഡ് അവരുടെ പേരും സൂപ്പർ ക്യൂട്ടായിരിക്കും. അത് എനിക്ക് തോന്നുന്നു അവരുടെ തമ്മിൽ ഒരു ക്ലാഷ് ആൻഡ് ഈഗോ ഒക്കെ ഉണ്ടാകും, ഒരു ഈഗോ ക്ലാഷ് ഒക്കെ എന്തായാലും ഉണ്ടാകും. അത് ട്രെയിലറിൽ തന്നെ വ്യക്തമാണ്. ഇനി റാണ ദഗുപതി ആരാണ്, എന്തിനാണ് പോലീസ് വേഷം അവിടെ വന്ന്, മിക്കവാറും സമുദ്രഖനി അല്ലെങ്കിൽ ആ ഏജന്റ് ആൾക്കാരൊക്കെ വിട്ട് ദുൽഖറെ ഒഴിപ്പിക്കാനായിട്ടുള്ളൊരു സെറ്റപ്പും കാര്യങ്ങളാക്കി. മൊത്തത്തിൽ ട്രെയിലർ അടിപൊളി ട്രെയിലർ. ആൻഡ് സെൽവരാജ് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആൻഡ് സിനിമ ഇറങ്ങുന്നത് ചിൽഡ്രൻസ് ഡേയിലാണ്, November 14th. പടം വരട്ടെ. ആൻഡ് സ്പിരിറ്റ് മീഡിയ റാണ ദഗുപതിയാണ് ഫൗണ്ടർ. ആൻഡ് വേഫെയർ ഫിലിംസ് ദുൽഖർ സൽമാൻ, ഇവർ രണ്ടുപേരുടെ പ്രൊഡക്ഷൻ ഹൗസിലാണ് ഈ സിനിമ വരുന്നത്. രണ്ടുപേരും നല്ല ഫ്രണ്ട്സുമാണ്. ആൻഡ് സിനിമ എന്തായാലും തെലുങ്കിലും നല്ലൊരു പ്രോപ്പർ റിലീസ് ഉണ്ടാവും, തമിഴിലും പ്രോപ്പർ റിലീസ് ഉണ്ടാവും. കാരണം ഇപ്പം സത്യം പറഞ്ഞ ഒരു യഥാർത്ഥ പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന് പറയുന്നത് ആൻഡ് പാൻ ഇന്ത്യൻ ഹിറ്റ്സ് ഉള്ളത് ദുൽഖർ സൽമാനാണ്. ദുൽഖർ സൽമാൻ അത് ഗന്ധുതാ ലുക്കും ആ സ്വാഗും പടം മുഴുവൻ പടം വരട്ടെ. പടം എന്തായാലും ഫസ്റ്റ് ഡേ കാണണം, നല്ല കിടിലം പടമായിരിക്കും കാന്ത.